here with us. Thank you so much for being here tonight. I know after the massive success of Saramaya, this has been, now in a movie production chamber, there's a little bit of a gap. So I want you to go back. Baby Girl movie inspiration, like the Kate for first time in the project. What inspired you? Like if you could go back and remind us. എല്ലാവർക്കും നമസ്കാരം. ബേബി ഗേൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു. എന്താ പറയുക, ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു കഥയാണെന്ന് ഫീൽ ചെയ്തു. ഇത്തരം കഥകളൊക്കെ നമ്മൾ പത്രങ്ങളിൽ എപ്പോഴും വായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം വാർത്തകൾ വായിക്കുമ്പോൾ ഞാൻ പേഴ്സണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്ക്രിപ്റ്റായിട്ട് സജ്ജീകരണം മരണം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാവണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഇതിനകത്ത് ക്യാരക്ടേഴ്സാണ്. ബേബി ഗേളും ഇതിൻ്റെ കഥയുമാണ് ഇതിൻ്റെ ഹീറോസ്. ബാക്കി എല്ലാവരും ഞങ്ങൾ ക്യാരക്ടേഴ്സാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ ഇത് എന്താ പറയുക, പുതിയതായിട്ട് ജനിക്കുന്ന ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള കഥയാണ്. അടുത്ത ജനറേഷൻ്റെ കഥയാണ്. അത് സംസാരിക്കപ്പെടുന്നതാണെന്ന് ഭയങ്കരമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ തീരുമാനിച്ചു. Thank you. I mean, standing on this world stage and so humbly saying that you're one of the characters. Can we please have a huge round of applause? So, sir, when you first read about the script, did you think it would be so challenging? There was a lot of cities being stopped and blocked. Like, can you take us through that experience? What was unique about this project? ഇത് വളരെ ലൈവായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. എല്ലാം റിയൽ ലൊക്കേഷൻസ് ആണ്. റിയൽ ആയിട്ടുള്ള പ്രിമൈസസിൽ ഷൂട്ട് ചെയ്തു. അതിന് വേണ്ടി പെർമിഷൻസ് നേരത്തെ എടുത്ത് റിയൽ ആയിട്ട് ഇതിനകത്തുള്ള ട്രെയിൻ സീൻസ് എല്ലാം റിയൽ ആയിട്ട് എടുത്തതാണ്. പക്ഷെ ഇതിനു മുമ്പ് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട്. ലിസ്റ്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അത് നമ്മൾ വളരെ ഇമോഷണലി കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിനകത്ത് ഇതേപോലെ തന്നെയാണ് ഒരു കോസിന് വേണ്ടി കുറേ ക്യാരക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കഥയാണ് ട്രാഫിക്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനത്തെ ഒരു കഥ പിന്നീട് കേട്ടത്. അത് ബേബി ഗേളായിരുന്നു. അത് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മക്കളുള്ളതാണ്. അപ്പോൾ അവരെ പറ്റിയുള്ളൊരു കഥ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് പേഴ്സണലി ഭയങ്കര കണക്റ്റായി തോന്നി. പിന്നെ അരുണാണെങ്കിലും ഇതിൻ്റെ എല്ലാ ടെക്നീഷ്യൻസ് എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓവർ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു ഡ്രാമ പോലെ ആവാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും അങ്ങനെയാണ്. ഇത് ഓഡിയൻസിന് കണക്ട് ആവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. Absolutely, sir. All right. So, what about the collaboration? Like you spoke about traffic, right? And നമ്മൾ ഒക്കെ ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും that it's not easy to shoot and stop cities and block cities and use an entire train. So can you talk about that unique experience where each project you think so many of you all have to come together, work together for making that dream happen? Was that unique for you to see that, oh my god, like from 6 a.m. to 6 p.m. without eating food, like ഭക്ഷണം വരെ വിട്ടിട്ടാണ് ഈ ടീം ഈ പ്രോജക്റ്റ് ചെയ്ത ആ എക്സ്പീരിയൻസ്? അതാണ് ഈ കഥ അങ്ങനത്തെ ഒരു കഥയാണ്. ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യുന്ന കഥയാണ്. ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും അത് വളരെ ഇമോഷണലി കണക്ട് ചെയ്തൊരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു. പ്രൊഡക്ഷന് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവരുടെ ടീമും അടിപൊളിയായിരുന്നു. അരുണിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ട് ഇതിനകത്തുണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർന്ന ഒരു ടീം എഫേർട്ടാണ് സത്യം പറഞ്ഞ ബേബി ഗേൾ. Thank you so much. I now call upon Liston sir to please join us on stage. Can we have a huge round of applause? So, sir, from a producer's point of view, right, what were the challenges that you faced? Because of the Niveen sir you that you had to block, like a city, the timing, all of that. So, from a producer's point of view, what were the challenges that you faced? നമസ്കാരം. പ്രൊഡക്ഷനെ സംബന്ധിച്ച് സിനിമ ചെയ്യുമ്പോൾ കൂടെ ഒരുപാട് പേര് ഉണ്ട്. അപ്പോൾ അവരാണ് അതിൻ്റെ പെർമിഷനും മറ്റു കാര്യങ്ങളെല്ലാം എടുക്കുന്നതും ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടല്ല. നമ്മുടെ ഒരു ടീമും നമ്മുടെ ഒപ്പം ഉള്ളതാണ് ഈ സിനിമകൾ സംഭവിക്കുമ്പോൾ ഈസിയായി മാറുന്നത്. And sir, what was
സാറിന് ഈ കഥ കേട്ടപ്പോൾ what was your personal experience? Like ഈ കഥ കേട്ടപ്പോൾ why did you want to believe in it so much as Naveen sir said? What was your belief system? Why this story has to come out to the world? ഞാൻ സിനിമാ നിർമ്മാണത്തിലേക്ക് വരുന്നത് 2010-ലാണ് ട്രാഫിക് എന്ന് പറയുന്ന സിനിമയായിട്ടാണ്. Okay, one second. I'm so sorry. All of you have to. This is one of iconic memories and moments that have been created here. We have to know what goes into their brain that gives us this unique experience. So I request all of you to please listen. Yes, sir. Please continue. 2010-ലാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പം എൻ്റെ ആദ്യ സിനിമയായ ട്രാഫിക് സിനിമയുടെ റൈറ്ററാണ് ബോബി സഞ്ജയ്. അപ്പോൾ ബോബി സഞ്ജയ് ആയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോബി സഞ്ജയ് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊരു ട്രാഫിക് സിനിമയെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതൊരു കൂട്ടായ്മയാണ് ഈ സിനിമ. ഒരു ഈ സിനിമയെ സംബന്ധിച്ച് ഒരു ഹീറോ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് പറയാനായിട്ട് പറ്റൂല. ഈ സിനിമയുടെ ഹീറോ എന്ന് പറയുന്നത് ഈ ബേബി ഗേൾ ആണ്. ഈ സിനിമയുടെ ടോട്ടാലിറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്ന് ഓർത്തപ്പോൾ അത് പോലും ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇതൊരു നിവിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. നിവിനാണ് ഹീറോ, പക്ഷെ എങ്കിൽ കൂടി നമുക്ക് നിവിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിട്ട് കാട്ടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു ഓഡിയൻസിന് നമ്മളൊരു റോ മെസ്സേജ് കൊടുക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ പബ്ലിസിറ്റി നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് റോങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ടോട്ടാലിറ്റി, ഇപ്പൊ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് എല്ലാവരും അതിൻ്റെ അകത്തൊരു വലിയ പാർട്ടാണ്. മേജർ പാർട്ട് എന്നുള്ള കാര്യമുള്ളൂ ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇത് ഒരുപാട് പബ്ലിസിറ്റിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വേറൊരു വിഷമം. കാര്യം വേറൊരു സിനിമയ്ക്കാണ് ഒരു പാട്ട് നമുക്ക് ആദ്യം ഇറക്കി വിടാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒരു ദിവസം നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്ത് വിട്ടാലും അത് സിനിമയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് കുറേ അധികം ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടിട്ടാണ് ഇന്ന് മുതലാണ് ആക്ച്വലി ഈ സിനിമയുടെ ഒരു പബ്ലിസിറ്റി സ്റ്റാർട്ട് ആവുന്നത് പോലും. Wow, that's amazing. So we're breaking, the breaking Malayalam film industry. You are coming up with such amazing concepts, and I'm very, very grateful that we're here to see this happen. I want to now call upon Arun Verma, the director of Baby Girl. Can we please have a huge round of applause for him? Good evening, sir. Thank you for joining us. What was your inspiration when you heard this the first time and you thought that you could pull this off, right? With all of the challenges, like what was your inspiration and what led you to do this? നമസ്കാരം. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് സഞ്ജയോട്ടം വന്ന് ഈ കഥ പറയുമ്പോൾ കഥ പറഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ വളരെ ധൈര്യപൂർവ്വം എടുക്കാൻ നിശ്ചിൻ എൻ്റെ കൂടെ വരുന്നു. ആ കഥ കേട്ടിട്ട് ഒരു സിംഗിൾ ഹീറോ സബ്ജക്റ്റ് അല്ല എന്നറിഞ്ഞ് വളരെ മാഗ്നാനിസമായി നിവിൻ സാർ ഇതിൻ്റെ ഭാഗമാവുന്നു. നിവിൻ സാർ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ആക്ടേഴ്സും വളരെ ടാലൻ്റായിട്ട് വളരെ സപ്പോർട്ടീവായിട്ട് വളരെ ചെറിയ ചെറിയ പോർഷൻസ് ചെയ്താലും വളരെ ഹ്യൂജ് കോൺട്രിബ്യൂഷനാണ് അവർ വന്ന് നമുക്ക് വേണ്ടി ചെയ്തത്. സോ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. എന്നിവിടെ നിൽക്കുമ്പോൾ ഈ മൊമെൻറ്റിലൂടെ നിൽക്കുമ്പോൾ ഡെയിലി ഷൂട്ടിംഗ് നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് മുമ്പോ പല സ്റ്റേജസിൽ ഈ സിനിമ നിൽക്കാനും മുന്നോട്ട് പോകാതിരിക്കാനും ഒരുപാട് ബ്ലോക്സ് ഫേസ് ചെയ്തിട്ടാണ്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്തിട്ടാണ്. എവറി ഡേ ബേസിസിൽ, ചിലപ്പോൾ എവറി മണിക്കൂർ ബേസിസിൽ നമ്മൾ ഒബ്സ്റ്റക്കിൾ ഫേസ് ചെയ്തിട്ടാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്തത്. വളരെ ലൈവായിട്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു. സോ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്, സ്പെസിഫിക്കലി എനിക്ക്. ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ ക്യാമറമാൻ ഫൈസ് സിദ്ദിഖ് എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് പുള്ളിയുടെ കോൺഫിഡൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമാറ്റിക്കലി ഒരു സാധനം ഷൂട്ട് ചെയ്യരുത് എന്ന് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരു റോ ആയിട്ടൊരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വളരെ സിനിമാറ്റിക് ആയിട്ട് അടുത്ത സിനിമ ഐ തിങ്ക് പുള്ളി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി ഗ്രാൻഡിയർ അതിൽ കാണിക്കും. പക്ഷേ ഒരു റോ എനിഗ്മ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഒരു റോ എനർജി കൊടുത്തത് ഫൈസ് സിദ്ദിഖിന്റെ കോൺഫിഡൻസ് ആൻഡ് ഓക്കെ ദിസ് ഇസ് ഗുഡ് ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്പേസസിൽ നമ്മളെ വർക്ക് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത ഫൈസ്. എൻ്റെ എഡിറ്റർ ഷൈജിത്ത് ഈ പടത്തിലൂടെ ഞങ്ങൾ ലോഞ്ച് ചെയ്യാണ്. ഷൈജിത്ത് ഒരു പവർ ഹൗസ് ടാലൻ്റ് ആണ്. ഈ സിനിമ കാണുമ്പോൾ എഡിറ്റ് വളരെ സ്പെസിഫിക് ആയിട്ട് ആൾക്കാർ എടുത്ത് പറയും. ഐ എം ക്വൈറ്റ് ഷുവർ അബൌട്ട് ഷൈജിത്ത്. എൻ്റെ ആർട്ട് ഡയറക്ടർ അനീസ് നാടോടി നമ്മളൊരു പബ്ലിക് സ്പേസിൽ ഷൂട്ട് ചെയ്യുമ്പോഴും
വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അത് ആ സ്പേസുമായിട്ട് ബ്ലെൻഡ് ചെയ്തൊരു സെറ്റപ്പും എല്ലാം വർക്ക് ചെയ്ത അനീസ് നാടോടി, എൻ്റെ മിക്സിംഗ് എഞ്ചിനീയറായ ഫസൽ ബക്കർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സിനിമ മിക്സ് ചെയ്തിരിക്കുന്നത്. ആ ലൈവ് എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി, റോ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു വർക്ക് ഫസൽ സാർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മ്യൂസിക് ഡയറക്ടറായ സാൻസിയസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ എൻ്റെ CG ടീമിനെ പറ്റി എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. 3 Dots ഇത്രയും പ്രൊഫഷണൽ ആയിട്ടൊരു CG ടീം എൻ്റെ കൂടെ വർക്ക് ചെയ്തത് ഐ തിങ്ക് ഔട്ട് ഓഫ് മൈ 20 years ഫിലിം എക്സ്പീരിയൻസ് ഈ ടീമാണ്. ഐ എം വെരി പ്രൗഡ് ടു ഹാവ് വർക്ക് വിത്ത് യു ഗൈസ്. യു ഗൈസ് വർ അമേസിംഗ്. മൈ ഡിയർ അഖിൽ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല, അഖിലിൻ്റെ കുട്ടിയില്ലെങ്കിൽ ബേബി ഗേൾ ഇല്ല. ഒരു 4 ദിവസം പ്രായമായ സ്വന്തം കുഞ്ഞിനെ അന്ന് സിനിമയ്ക്ക് വേണ്ടി വലിയൊരു ത്യാഗം ചെയ്ത ഒരു മനുഷ്യനാണ് അഖിൽ യശോധരൻ എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ലൈൻ പ്രൊഡ്യൂസർ. അതല്ലാതെ എൻ്റെ ഡിയറസ്റ്റ് സംഗീത്, ലിജോ എന്നില്ല, അഭിമന്യു, ആൽഫി പഞ്ഞിക്കാരൻ, കിച്ചു, അസീസ് കാ, രതീഷേട്ടൻ, സോറി ശ്രീധേട്ടൻ, ജെയിംസ് ഏട്ടൻ, രഞ്ജിനി, ആൻഡ് ഞാൻ ലോഞ്ച് ചെയ്യുന്ന, വളരെ പ്രൗഡായിട്ട് ലോഞ്ച് ചെയ്യുന്ന മൈഥിലി, വളരെ ടാലൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മൈഥിലി. മൃദുൽ, അത് വളരെ ബ്ലെസ്ഡ് ആണ് ഇങ്ങനത്തെ ഒരു പവർ ഓഫ് ടാലൻ്റ് ഉള്ളത്. ആകാശ്, sorry, Akshay is also a brilliant actor. I'm bringing them in this film. So I'm really thankful to God that this happened. And above all, Sanjay Vattan for giving me this brilliant script and making this film happen. Thank you all. Wow. So, from what I'm listening and seeing, what a director, I could see the passion and the dream that has made this come together, right? So, as a director, what was the challenge in understanding that you have such a huge star cast and a brilliant team, right? How do you make everyone believe in the same story and make everyone come cohesively? And these challenges that you mentioned hour by hour, what was that like? അതിൽ എനിക്കൊന്നും വലിയ സേ ഒന്നുമില്ല. ബിക്കോസ് അവർ ബൈ ബർത്ത് അവർക്ക് ആ ടാലന്റ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഐ എം ആക്ച്വലി ഞാൻ പറയും വളരെ ഹംബിൾഡ് ആയിട്ട് പറയുന്നത്. അവരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് വലിയ ഭാഗമായിട്ട് കാണുന്നു. ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ് മച്ച്. ഐ ജസ്റ്റ് കോർഡിനേറ്റഡ്. വാട്ട് ദേ ഹാവ് ഡൺ ഇസ് ട്രെമൻഡസ്. Very, very humble director. Can we please have a huge round of applause for the director of Baby Girl? And now, the most special moment of the evening. It is my absolute pleasure to introduce to you someone making their debut for the first time. The real baby from Baby Girl, our very own baby Rudraksh, the son of Akhil from Magic Frames team, who began shooting this film at only 4 days old. Only 4 days old was baby Rudraksh. Do we have the baby? Oh, our baby was going to join us because he is a baby. Baby has gone to sleep. But please can we have a huge round of applause for the baby who made his debut in this movie. And now this beautiful evening gets even more special. We also have with us in the audience from the current Magic Frames production, Merry Boys, Aishwarya, Shweta Warrior, Parvati Ayappadas and Keertana. All right. Oh, we have everybody huge round of applause. This is either cherry feat alla to give a 4-day-old baby. What was I would like to ask all of you all. Niveen sir, ee kochine first time kittipo 4 ദിവസം ഉണ്ടായല്ലോ. What was has this happened before to you that you acted with a 4-day-old baby and what was that experience like? ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം 4 ദിവസമുള്ള ഒരു കുട്ടീനെ, കാരണം കുട്ടി ജനിച്ചിട്ടുള്ളൂ, പല അതും ഹെൽത്തി ആയി വരണമല്ലോ, ഇമ്മ്യൂണിറ്റിക്കായി വരണം. പക്ഷെ അതിനു മുമ്പ് തന്നെ അതിൻ്റെ പാരൻസ് ഈ സബ്ജക്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ആ കൊച്ചിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ കുട്ടിയുടെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും നേരിട്ട് കാണുന്നുണ്ട്. കാരണം ഭയങ്കര ചൂടാണ്. നമ്മൾ AC എടുത്തുന്നു, തിരിച്ചു കൊണ്ടിരുന്നു, AC തിരിച്ചു വരുന്നു. അതൊരു 3-4 മാസം പ്രായമായ ഒരു കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടി അത് 4 ദിവസമായിട്ടുള്ളൊരു കുട്ടിയല്ലേ, അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഈ സബ്ജക്റ്റിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് അഖിലിനും ലിഫിനും എല്ലാ നന്ദിയും പറയുന്നു. When you held the 4-day-old Rudraksh, did you get reminded of your own when you were a father for the first time? അല്ല, ഈ ജനിച്ച കുട്ടികളെ എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഒന്നാമത് അവരുടെ കഴുത്തൊക്കെ ഒന്ന് കുറച്ചുണ്ടാവുമല്ലോ, അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണല്ലോ. അപ്പം
ഡിഫിക്കൽട്ട് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും, പക്ഷെ അതൊരു ഒരു ഡിസിഷനാണ്, ഒരു പാരൻസിന്റെ ഡിസിഷനാണ്. ഈ കഥ പറയപ്പെടണമെന്ന് അവരും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ആ കുട്ടി വന്നു. ഈ കുട്ടി വന്നതുകൊണ്ട് ഈ സിനിമ നടന്നു. Can we please have a huge round of applause for our baby star? This is not a normal story, and absolutely, I think the mother requires a huge round of applause. All right, as a director, I wanted to ask you, how was your experience working with a baby who's only 4 days old? ഒന്നും പറയാൻ പറ്റില്ല. ആ ബേബിനോട് എങ്ങനെയാ ഫ്രണ്ട്സ് മനസ്സിലാക്കാം, ഇനി ഇങ്ങനെ ചെയ്യണം? വെരി കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരു പ്രശ്നമില്ലാതെ ഞാൻ ലൈഫിൽ വർക്ക് ചെയ്ത ഏറ്റവും കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ആൻഡ് വൺ ടേക്ക് ഓക്കെ തരുന്ന ആർട്ടിസ്റ്റ് ആയിരുന്നു രുദ്രാക്ഷ്, അല്ലേ? He was a dream artist to work with. All right. Now I next call on stage Sangeet Pratap. A talented Sangeet Pratap. Can we hear a bigger round of applause? Greetings, Sangeet. Thank you for joining us tonight. So, the same thing. You heard of Baby Girl, the story the first time. You heard about the cast, who you're going to be acting with, who's going to be your entire team. What was your first thoughts? എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി സാധാരണ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്കാണ് ഉറപ്പ് കൊടുക്കാറുള്ളത് ഈ സിനിമ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത്. പക്ഷേ ഇത് ആസ് എൻ ആക്ടർ എനിക്ക് ഓൺ ദ ഗോയിൽ പ്രോസസ്സിൻ്റെ സമയത്തൊക്കെ വളരെയധികം സന്തോഷം തന്നിട്ടുള്ള, വളരെ ഇമോഷണലി ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഒരു നല്ല സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൻ്റെ ടീം, ബാക്കിയുള്ള ആളുകളൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആദ്യം മുതലേ. Okay, can you tell me, like, just short 2-3 sentences, what was your biggest learning experience? ബിഗ്ഗസ്റ്റ് ലേണിംഗ് കുഞ്ഞിനെടുക്കുന്നതായിരുന്നു. Yes, can we talk about that? Because I know that, what was that? Like, what you scared, your first emotions? ആക്ച്വലി ഇതുപോലെ ഞാനും ചേട്ടൻ പറഞ്ഞ പോലെയാണ്, കുഞ്ഞുങ്ങളെയൊന്നും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്തിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു വയസ്സിൽ താഴെ കുട്ടികളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാനും ലിജോയും ഒരുപാട് കുട്ടിയായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര കാര്യമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാളുടെ കുഞ്ഞിനെ പോലെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് കുറേ ദിവസം. So you're ready to be a father now? You're ready to be a father? No. Okay. So apart from the biggest challenge of course looking after the baby, what about your learning experience as an actor working with this team? I heard you had to work. A city was stopped for this from 6 a.m. to 6 p.m. Vaishnav without. So what is that unique experience? ആക്ച്വലി ഒരുപാട് സ്ട്രഗിൾസ് ഓൺ ദ ഗോയിൽ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. നമ്മൾ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ റോഡിലായിരുന്നു ഞങ്ങൾക്ക് കൂടുതലും ഷൂട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മൾ പെർഫോം ചെയ്യണം, ഡ്രൈവ് ചെയ്യണം, റോഡ് നോക്കണം, അങ്ങനെ ഒരുപാട് പ്രഷറുകളുണ്ടായിരുന്നു. പക്ഷേ ഹാപ്പി ആയിട്ട് ചെയ്തു പോയി. ഭയങ്കര ഹാപ്പിയാണ്. All right, thank you so much. I next call upon stage Abhimanyu Thilagan. Can you please join us? Can we have a huge round of applause? This is pedigree right here. So, good evening. So the same, almost the same. What was your experience when you first heard Baby Girl? What made you want to be a part of this project? എന്തിനാണ് ഈ പ്രോജക്റ്റ് ചൂസ് ചെയ്തത്? വാട്ട് മേഡ് യു ബി എ പാർട്ട് ഓഫ് ഇറ്റ്? എന്നെ ബേബി ഗേളിൽ നിശൻ ചേട്ടനാണ് വിളിച്ചത്. ചേട്ടൻ എൻ്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കൊണ്ട് ലിസൺ ചേട്ടനെ വിളിച്ചു. എന്നിട്ട് കരൺ ചേട്ടനെ കണ്ടു. സ്റ്റോറി കേട്ടു. എനിക്ക് മനസ്സിലായി എളുപ്പമുള്ള കഥയല്ല. പിന്നെ ഒരു എന്താ പറയുക, ചെറിയൊരു ക്യാരക്ടറാണെങ്കിലും അത്യാവശ്യം ഒരു കുറച്ച് ടഫായിട്ടുള്ളൊരു വേഷമായിരുന്നു ചെയ്യാനായിട്ട്. അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇവരോടൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ്. നിവിൻ ചേട്ടൻ ഒരു പടം ചെയ്യാൻ ആസ് എ ബിഗ് നിവിൻ പോളി ഫാനാണ്. ഇവരുടെ ഒരു ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. All right. So when you first walked into the set, like, were you nervous? Yeah, obviously, ഭയങ്കര nervous ആയിരുന്നു. Okay. And at the end. അത് എല്ലാ സെറ്റിലും ചിലപ്പോൾ എല്ലാ ഡേക്ക് ചെല്ലുമ്പോഴും ഞാൻ. Okay. And what was ഈ മൂവിയിൽ what was your unique experience? ഇതിൽ because of how the movie was, and Arun sir said there were so many challenges. ഇതൊരു
1 day സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക, ഡെയിലി ഷേവ് ചെയ്യുക, കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക. പിന്നെ റോഡിലൂടെ വെളുപ്പിന് 5:30 മണി വരെയൊക്കെ ആയിരുന്നു ഷൂട്ട് പോയത്. ഈ നൈറ്റ് പലപ്പോഴും എന്താണ് പറയുക, ഉറക്കം ശരിയാവാതുള്ള സംഭവങ്ങൾ അങ്ങനത്തെ How did you keep the energy alive? എല്ലാവരും എങ്ങനെയാണ്? How did you keep this energy alive? Because everyone is talking about the challenges and like how many obstacles there were. So what do you think kept the energy alive? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഇവരെല്ലാവരും നമുക്കൊരു ഗ്രൂപ്പ്, ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവരും എനർജി നമ്മൾ എനർജി ഫുൾ അപ്പ് ചെയ്ത് തന്നെ പോകും. അതൊരു ഡൗൺ ആവണമെന്ന് ഫീൽ ചെയ്തില്ല. പിന്നെ എല്ലാവരും അരഞ്ചേട്ടനുണ്ടായിരുന്നു. ഞാൻ ഓരോ മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോഴും പുള്ളി എത്ര മിസ്റ്റേക്ക് എടുത്താലും പുള്ളി അതിനെ എല്ലാവരും കമ്മൺ നീ ചെയ്യും, നിനക്ക് പറ്റുന്നു അതിനെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് അരഞ്ചേട്ടൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. Absolutely. So as you know, he said, it's always the team synergy that keeps a dream project like this going on. So I would like to continue calling the wonderful cast of this movie. Aditi Ravi, can we please have you on stage? Alfie, Asisika, Ranjini, Srijit Ravi, Kichu Tellis, James Alia, okay, Kochi, are you witnessing what I'm witnessing? Can we have a huge round of applause? The fact that they've gotten this kind of a cast together to make a dream project. So I'm going to start from here. Oru rendu vaakku, what was your experience like? എല്ലാവരും ഒക്കെ പറഞ്ഞ പോലെ തന്നെ അരുൺ സാറിൻ്റെ കൂടെ ഒരു മൂവി, മാജിക് റബീസിൻ്റെ ഒരു വർക്ക്, ആൻഡ് എന്നെ വളരെ ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അരുൺ സാറിനോട് ചെയ്യുമ്പോൾ അത് സ്പെഷ്യൽ ഫീൽ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ. ഇതിലൊരു ചെറിയ പാട്ടാണ് ഞാൻ ചെയ്തത്, ബട്ട് ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, അതാണ് എനിക്ക് പറയാനുള്ളത്. Sir, I'm coming to you. Can you please oru rendu vaakku about your experience of talking in this movie? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പടം ഈ അടുത്ത ദിവസം തിയേറ്ററിലേക്ക് വരികയാണ്. ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റിസ്ക് ഒക്കെ എടുത്ത് ചെയ്തൊരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു. ശ്രീതട്ടം പറയുന്നത് നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. അരുൺ നേരത്തെ പറഞ്ഞു ചെറിയ വേഷങ്ങൾ ചെയ്ത ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷനെ പറ്റി പറഞ്ഞു. അത് എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ചെറിയ വേഷം കൂടി ചെയ്യാൻ സാധിച്ച എനിക്ക് ഒരു വലിയ വേഷം തന്നാൽ എത്ര വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കണമെന്ന് അരുണിനോട് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. പിന്നെ മാജിക് ഫ്രെയിംസിനും കൂടെ ട്രാവൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയ ഭാഗ്യമാണ്. സഞ്ജയ് ബോബി സ്ക്രിപ്റ്റിൽ പങ്കെടുക്കാൻ പറ്റാത്തത് നമ്മുടെ ആസ് ആൻ ആക്ടറിൻ്റെ ഒരു അഭിലാഷമാണ്. പിന്നെ നിവിൻ്റെ കൂടെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ചില്ലെങ്കിലും ഒരു സിനിമയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ആൻഡ് ദാറ്റ് ടു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർവം മായ. അതെല്ലാം മായ. എന്തായാലും സന്തോഷം. താങ്ക് യു. ഒരുപാട് സന്തോഷം. കാരണം ഇത് ഒരു ദിവസത്തെ കഥയായതുകൊണ്ട് സിനിമയെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിവിൻ്റെ രണ്ടാമത്തെ പടത്തിലാണ് അഭിനയിക്കുന്നത്. ഫസ്റ്റ് ആക്ഷൻ ഹീറോ ബിജു, ദൈവാനുഗ്രഹം കൊണ്ട് അത് ഹിറ്റായി. അപ്പം ഇതും ഹിറ്റാവും എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പൊ അളിയന്റെ സമയമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. വേറെ ഒന്നും പറയാനില്ല. നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഈ ഇവിടെ നിന്ന് സംസാരിക്കുന്നതിൽ ഏറ്റവും വലിയ കുഴപ്പമില്ല, ഫീഡ്ബാക്ക് ഇല്ല. അപ്പം എന്താ പറയണതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇവരൊക്കെ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഈ സിനിമ വളരെ നല്ലൊരു സിനിമയായി തീരും. മധ്യപ്രദേശ് എസ്പെഷ്യലി സഞ്ജയ് ബോബിയുടെ സ്ക്രിപ്റ്റ് എല്ലാവർക്കും അറിയുമ്പോൾ നന്നായി തിരക്കഥയൊക്കെ എഴുതുന്ന വിഷയങ്ങൾ
പുതിയ പുതിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പിന്നെ ലിസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ മാജിക് ഫ്രെയിം, അരുണിൻ്റെ ഗരുഡൻ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലൊരു സക്സസ്ഫുൾ ഫിലിം ആയിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Thank you, sir. And Aditi? എല്ലാവർക്കും നമസ്കാരം. ഇവർ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി 23-ന് ബേബികൾ കാണണം. ഇതിലൊരു പാർട്ടായതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. Thank you. I also call upon Parvati Ayappadas and Maithili, making her debut, and Akshay. Can we have you all on stage, please? I also call upon Mridul and Smita. All right. I can see the directors. Every little. I love the fact that you know everybody and it's so special to you. So we're gonna have a few words from this star cast now. What was your experience like working with the legends, and what was your experience? This is my first film, so I'm extremely nervous and overwhelmed being here. പക്ഷേ അരുൺ സാറിൻ്റെ സിനിമയിൽ ഒരു ഭാഗമാവാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ആൻഡ് ബോത്ത് ഓഫ് ദം, ദേ ആർ ദ ബെസ്റ്റ് മെൻറ്റേഴ്സ് എനിബഡി ക്യാൻ ഗെറ്റ്. ഈ ഹോൾ എക്സ്പീരിയൻസ് തന്നെ ഐ എം ജസ്റ്റ് സോ ഹാപ്പി. ഐ കാൺട്ട് ബിലീവ് ദിസ് ഇസ് ഹാപ്പനിങ്. ഐ ജസ്റ്റ് ഹോപ്പ് എവറിത്തിങ് വർക്ക്സ് ഔട്ട് വെൽ. ആൻഡ് എല്ലാവരും പോയി സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. Hi, എൻ്റെ പേര് അക്ഷയ്. Truly blessed to be a part of this film, and I wish nothing but all the best to the entire team. എല്ലാവരും ഫിലിം പോയി കാണണം. Yeah. ഹായ്, എൻ്റെ മൃദുൽ. മാജിക് ഫ്രെയിംസിൻ്റെ ബേബികളിൽ പാട്ടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അനുഭവ സാറിൻ്റെ ഗൈഡൻസിലും ഓബിയൻ സഞ്ജയ് സാറിൻ്റെ ഫസ്റ്റ് ഡെബ്യൂട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് എല്ലാവരും 23rd മൂവി റിലീസാണ്, എല്ലാവരും വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് പാർവതി. എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് കിട്ടിയ ഒരു പടമാണ്. ഇതിൽ ചെറുതാണെങ്കിലും ഒരു നല്ല വേഷം കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് മാജിക് ഫ്രെയിംസിൻ്റെ അടുത്ത പടവും എനിക്ക് കിട്ടിയത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് പ്രാർത്ഥിക്കുന്നു. All right, thank you so much. So normally stage il nokuva, what we see is not a film team, it's a family. It's years of friendship, collaboration, trust, and shared creative vision. It's not easy to bring everyone together, and we are truly delighted that all of you, Cinema Kainittum, you all come together. Can you please have a huge round of applause for this amazing dream team? All right, so now the moment that you've all been waiting for. You may all, thank you so much for your time. You will all take your seats. Kochi, are you ready? We are all here for the official trailer. Are you ready? No, Bora, it's not. We can't show you the movie. We can't start the trailer. All right, okay. So before we go into the official trailer, we have our director saying a few words. ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ നമ്മൾ ഒരുപാട്, ഈ സിനിമയിൽ ഏത് സിനിമയിലും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് സ്ക്രീനിലേക്ക് വരുന്നത്. സോ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. ഓപ്പൺ മൈൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. നിവിൻ സാറ് കഥ കേട്ടിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ സിംഗിൾ ഹീറോ അല്ലാത്തൊരു സബ്ജക്റ്റ് പുള്ളി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി നമ്മളോട് പറഞ്ഞ കാരണം, he liked this film because he is a father. പുള്ളി ഒരു അച്ഛനാണ്. അപ്പോൾ പുള്ളി he feels that this film is a story, അത് എല്ലാവരും story that needs to be seen. So നമ്മളുടെ എഫേർട്ട് ഉണ്ട് ആസ് എ ടീം, ആസ് എ ഗ്രൂപ്പ്. സോ എല്ലാവരും വരണം, കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഓപ്പൺ മൈൻഡോടെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു നല്ലൊരു ഫാമിലി ത്രില്ലറായിരിക്കും. ആർക്കും വന്ന് കാണാവുന്ന, നിങ്ങളുടെ ഫാമിലി ആയിട്ട് വന്ന് കാണാവുന്ന ഒരു എൻഗേജിങ് വാച്ച് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. Thank you. And now we will have a launch of your own. All right, everybody, with a big round of applause for this suspense thriller to take a sweet, sweet beginning. The baby
of Baby Girl. Congratulations. A big round of applause. A big round of applause, everyone. All right, a little bit. Some special moments being captured here, Kochi. This was no small feat. That baby was 4 days old, so I think it's okay if he cries today. All right, ladies and gentlemen, the entire cast and crew of Baby Girl, a big, huge round of applause to all of y'all. This is a dream project coming through. Thank you so much. If you have enjoyed that trailer, please share and come in numbers with all your family, your friends to watch this special movie that has been come together by Magic Frames and this incredible cast. So, ladies and gentlemen, all right, we're going to a sweet beginning, and we're going to watch the trailer once more. And with that, thank you, Kochi, for joining us. Thank you to the team. A big round of applause for Baby Girl. All right, so we're going to be watching this trailer again. So